ഹായ് അസ്സലാമു അലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഞാൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിനല്ലേ. അപ്പോൾ ഞാൻ ആ മസാല കൊണ്ടില്ലേ സമൂസ ആക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എടുത്തിട്ട് കുറേ ദിവസമായി മസാല ഉണ്ടാക്കിയതില്ല. നോമ്പ് 9 അന്ന് ഉണ്ടാക്കിയത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ സമൂസ ചൂടുന്ന വീഡിയോയിലെല്ലാം ഞാൻ എടുത്തിട്ട് വെച്ചിട്ട് എടുത്തോളം എഡിറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിത് വോയിസ് ഇടുമ്പോൾ ഇല്ലേ നോമ്പ് 19 ഇന്ന് ഞാൻ വോയിസ് ഇട്ടിട്ട് എഡിറ്റ് ആക്കിയിട്ട് വോയിസ് എല്ലാം ഇട്ടിട്ട് ഇടുന്നുള്ളത്. അപ്പോൾ ഈ നോമ്പിന് ഭയങ്കര മടിയല്ലോ, ഒന്നും കഴിയുന്നില്ല. ഒന്നാമത് സൗണ്ടും ഇല്ല, സൗണ്ട് ശരിയായിട്ടായിട്ട് ഇടാലിയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ഇപ്പം ഞാൻ ഇടുന്നുള്ളത്. സൗണ്ട് ശരിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഫ്രീസറിലല്ലേ കുറച്ച് ഒരു 2 മണിക്കൂറെല്ലാം വെക്കണം. വെച്ചിട്ടായിട്ട് പിന്നെ താഴെ എടുത്തിട്ട് വെക്കണം. അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് സമൂസ ചൂടാൻ വേണ്ടിയിട്ടില്ലേ കുറച്ചെടുക്കണം. കുറച്ചെടുത്തിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ടായിട്ട് ബാക്കി മാറ്റിയിട്ട് വെക്കണം. അങ്ങനെ മൂടിയിട്ടില്ലേ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടായിട്ട് ആദ്യം താഴെ വെച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കണം. അല്ലെങ്കിൽ താഴെ മാത്രം വെച്ചെങ്കിൽ അത് പൊളിക്കുന്നേ. ഒരാഴ്ചക്കല്ലേ വേണ്ടിയതല്ലേ നമുക്ക്. അപ്പോൾ അത് പുളിച്ച പോലെ ആണ്. മീത്ത വെച്ചിട്ടില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് താഴെ വെച്ചെങ്കിൽ എന്താന്നില്ല, നേരെ ഉണ്ടാകുന്നു. ഞാൻ സമൂസ ഷീറ്റില്ലേ ഉണ്ടാക്കുന്നതല്ല മേങ്ങുന്നത്. അപ്പോൾ ഞാൻ 2 മേങ്ങിയിട്ട് മുകളിൽ ഫ്രീസറിൽ വെച്ചെങ്കില്ല നമുക്ക് എന്താന്നില്ല. നമ്മൾ ഒരു ചൂടുന്നാട്ടില്ലേ 1/2 മണിക്കൂർ മുമ്പ് താഴെ വെച്ചിട്ട് അതിനെടുത്തെങ്കിലേ ഇതിങ്ങനെ ഒറ്റയായിട്ട് കിട്ടുന്നു നമുക്ക്. എല്ലാവരും ഇങ്ങനെ ആക്കുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. ഇതിങ്ങനെ കുറേ അറിയാത്തവരുണ്ടല്ലേ, ഇത് മസാല എല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് അപ്പളേക്കപ്പം ആക്കുന്നവർ ഒരാഴ്ചയെല്ലാം ഇങ്ങനെ വെച്ചെങ്കിൽ എന്താവില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ആളില്ല, ഞങ്ങൾ ഒരു 3 ആളുണ്ട്. ഞങ്ങൾ രണ്ട് സമൂസ ഉണ്ടാക്കുന്നത് എപ്പോൾ. പിന്നെ കൊതിയായെങ്കല്ലോ 2-3 എല്ലാം ഉണ്ടാക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കൽ. ഇതെല്ലാവരും പുരയിലും അങ്ങനെയല്ലേ, ഒരേക്കോ ഓരോന്നാക്കും, ഒരേക്കോ 2 ആക്കും, 3 ആക്കും, അങ്ങനെയല്ല അല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളി വജ കട്ട്ലറ്റ് അങ്ങനെയെല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നെ ഈ സമൂസ ഷീറ്റിന് പിന്നെ കുറച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ വേണമല്ലോ. പിന്നെ 1 സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലേക്ക് കലക്കിയിട്ടില്ലേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിന്. നല്ല വെള്ളമാക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ കലക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അത് മാറ്റിയിട്ട് വെച്ച് ഇനി സമൂസ ഇല്ലേ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനെ മടക്കിയെടുക്കാം. മടക്കിയിട്ട് എടുക്കുന്നതില്ലേ എല്ലാവരും പല രീതിയിൽ മടക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന രീതി വേറെ, പിന്നെ വേറെ ആൾ ഉണ്ടാക്കുന്നത് വേറെ. എല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന. ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ആക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കിക്കോ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതില്ലേ സ്പീഡ് ആക്കാതെ ഞാൻ സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരുന്നത്, നോർമലാക്കിയിട്ട് തന്നെ കാണിച്ചു തരുന്നത്. ഇതൊന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടില്ലേ പിന്നെ നോർമലാക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. പിന്നെ എല്ലാം ഫാസ്റ്റ് ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നുള്ളത്. പിന്നെ കുറേ ചൂടുമ്പോൾ ഇല്ലേ പിന്നെ ഇങ്ങനെ മെല്ലെ കാണിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ നോക്കുമ്പോൾ. അങ്ങനെ ഇങ്ങനെ മടക്കിയിട്ടായിട്ടില്ലേ ഇതിലേക്ക് മസാല വെച്ചിട്ടില്ലേ ഫുള്ള് മസാല നുറക്കണ്ട. നുറച്ചെങ്കിലേ ഈ ഷീറ്റ് കായുന്നില്ല. നുറച്ചിട്ട് കൊടുത്തെങ്കിൽ മസാല കുറച്ച് മസാല ഇട്ടിട്ട് കൊടുക്കണം. കുറച്ച് നിറച്ചും തള്ളിയിട്ടിട്ട് കൊടുത്തെങ്കിലേ നമുക്ക് ഇത് കായുന്നൊന്നുമില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒന്നില്ലേ നോർമലാക്കിയിട്ട് കാണിച്ചു തന്നു. ഇത് ഇനി ഫാസ്റ്റ് ആക്കിയിട്ട് കാണിച്ചു തരുന്നത്. ഇങ്ങനെ മടക്കുന്ന പിന്നെ അതിലേക്ക് കുറച്ച് ഒട്ടിച്ചിട്ടായിട്ട് ഇതിങ്ങനെ മടക്കുന്നത്. ഞാനിങ്ങനെ മടക്കുന്നത്, നിങ്ങളെല്ലാം ഇങ്ങനെ മടക്കുന്നതെല്ലാം കമൻ്റ് ആക്കാവാ. നിങ്ങളിങ്ങനെ മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നതെല്ലാം കമൻ്റ് ആക്കണോ വാ. ഇതാ ഞാനിങ്ങനെ ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് സമൂസ ഇല്ല നല്ല കാഞ്ഞിട്ട് വരണമെങ്കിൽ ഫുള്ളിലേക്ക് തള്ളിയിട്ട് കൊടുക്കാൻ കഴിയില്ല. കുറച്ച് അത് നല്ലോണം ശ്രദ്ധിക്കണം. കുറച്ച് മസാല ഇട്ടിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തെങ്കിൽ നല്ല കാഞ്ഞിട്ട് വരുന്ന സമൂസ. പിന്നെ നോമ്പെല്ലാം അങ്ങനെ ചൂടാ. ഈ നോമ്പ് 17 കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടും ദാഹവും എല്ലാം ഉണ്ടല്ലോ.
ഇത് ഇത്ര ദിവസം അങ്ങനെ എന്താ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ചൂട് ജാസ്തി ആയിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ വോയിസ് ഇടുമ്പോൾ ഇല്ലേ, നോമ്പ് 19 ഇപ്പോൾ ഇത് 9 എടുത്ത വീഡിയോ, മസാല ആക്കുന്ന വീഡിയോ, പിന്നെ 10 അന്ന് മസാല ആക്കിയിട്ട് ചൂടുന്ന വീഡിയോ എടുത്തിനത് എഡിറ്റ് ആക്കാനെല്ലാം വൈദ്യത് കൊണ്ട് ഇത്ര ദിവസമായി. ഞാൻ ഫുള്ള് ഫില്ലാക്കിയിട്ട് വെച്ചതിന് ഇത്ര ബാക്കിയുണ്ടായി. നമ്മൾ മസാല എടുത്തതില്ലേ, കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ അതിലേക്ക് തന്നെ ബോക്സിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ടില്ലേ. പിന്നെ ഫ്രീസറിൽ വെച്ചെങ്കിൽ നമുക്ക് എന്തുമില്ല, പുളിക്കാനൊന്നുമില്ല ഫ്രീസറിൽ വെച്ച് കൊടുത്തെങ്കിൽ. താഴെ വെച്ചെങ്കാണ് അത് പുളിച്ചിട്ട് പോകും. താഴെ വെക്കാൻ കഴിയില്ല. 2 മണിക്കൂറിൽ ഫ്രീസറിൽ വെച്ചിട്ടായിട്ട് പിന്നെ താഴെ വെക്കണോ, അന്നെങ്കിൽ എന്താന്നില്ല. ഞാൻ എണ്ണെല്ലാം വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ നല്ല കാഞ്ഞിട്ട് വരുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചുട്ടിട്ടെടുത്തെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് കായാനും എല്ലാം നല്ലത്. ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് കാഞ്ഞിട്ട് വരുന്നേ. അപ്പോൾ ഞാൻ 3 ഇട്ടിട്ട് എടുക്കുന്നുള്ള. ഞാനിപ്പോൾ 6 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വട്ടം ഇട്ടിട്ടാകുമ്പോൾ ഇല്ലേ നമ്മൾ സമൂസ റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സമൂസ. നമുക്ക് മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചെങ്കിലേ എന്ത് പണിയില്ല. നമുക്ക് ഇങ്ങനെ ഫില്ലാക്കിയിട്ട് എണ്ണ കിട്ടാൻ കഴിയും. എന്ത് പണിയില്ലാലും. പിന്നെ ഇത് അന്നന്ന് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ കുറേ പണി പിടിക്കുന്നല്ലേ. ഇത് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ഭയങ്കര കഷ്ടമുണ്ട്. പച്ചക്കറി എല്ലാം മുറിക്കണം, അതിൻ്റെ തൊലി എടുക്കണം, കുറേ പണി പിടിക്കുന്നു ഫസ്റ്റ് തന്നെ ഒരിക്കൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അന്ന് വരുന്ന മാത്രം കഷ്ടം വന്നാൽ മതിയല്ലോ. പിന്നെ ഒരാഴ്ചയൊക്കെ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലേ. ഞാനിത് ഒരു 6-6:15 ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ചൂട് നല്ല കാഞ്ഞിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഇല്ലേ നല്ലതാന്നേ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ. ഞാനിപ്പോൾ ഇതെല്ലാം ചുട്ടിട്ടെടുത്തിട്ടായി. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.